ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മമ്മൂക്ക, ഗൗതം വാസുദേവ മേനോൻ കൂട്ടുകെട്ടിൽ ഡൊമിനിക് അല്ലേ, ദ പേഴ്സ് ഓഫ് ലേഡീസ്. അപ്പം ആ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഏത് ജേണർ പടമാണെന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ജേണറാണ്. അപ്പൊ ഈ ഒരു പടം ഏത് തരത്തിലുള്ളതാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ടീസർ കണ്ട ഏകദേശം നമുക്ക് പിടികിട്ടുമായിരിക്കും. അതെ അതെ. അപ്പൊ അതും നമുക്ക് വെച്ചാൽ ഇല്ലേ, സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മമ്മൂക്കയൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നു. ഇപ്പം മകനുമായിട്ട് വരുമ്പോഴുള്ള ഒരു കോംബോ ഒക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അയാൾ വയലന്റ് ആയി നമ്മളെ ഉപദ്രവിക്കാമല്ലോ വന്ന മമ്മൂട്ടി കമ്പനി മാക്സിമം അവർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഏകദേശം ജസ്റ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്തു. നെഞ്ചിന്റെ കീഴിൽ പഞ്ച് ആള് കുനിയിട്ട് ഇങ്ങനെ പറയും. പ്ലെയിൻ ബോൾ ഒട്ടുകൊണ്ടൊരു രണ്ട് കൈ പിടിച്ച് ചെവിക്കിട്ടു കണ്ണിൽ പൊന്നിച്ച് കുറക്കും. ഒരു പിന്നെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഒരു സാറൊന്ന് വീട്ടിൽ വന്നവര് ഇതുപോലെയൊക്കെയാണോ? അപ്പൊ വരും ഗുണ്ടകളല്ലേ, ഫൈറ്റിംഗ് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഞാൻ മാനേജ് ചെയ്യും. ഇവൻ വെറും പൊണ്ണ, നിനക്ക് ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ. എനിക്കൊന്ന് ഈ ഒരു സിനിമയുടെ ചെറിയൊരു പോർഷൻ, ഒരു ചെറിയൊരു സീനാണ് കാണിക്കുന്നത്. നമുക്കൊരു പിടിയും തന്നില്ല എങ്ങനത്തെ. പക്ഷെ എനിക്കൊന്ന് ഇതിപ്പോ ഒരു ഫീൽ ഗുഡും ഒക്കെ വരുന്നുണ്ടല്ലേ. പിന്നെ ഇവര് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആണ്. പിന്നെ ഒരു ഫീൽ ഗുഡ്, പിന്നെ ഫൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ നർമ്മമായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫൺ ടൈപ്പ്. എനിക്കൊന്ന് ഈ ഡാഡി കൂട് മൂവിയൊക്കെ ഉണ്ടല്ലോ മമ്മൂക്കയുടെ, അപ്പൊ ആ ഒരു ടൈപ്പ് വരുന്ന പടമാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഈ ഒരു ക്ലിപ്പ്, ഈ ഒരു പോർഷൻ മാത്രം കണ്ട് നമുക്ക് അങ്ങനെയാണ് ഡാഡി കൂടും മോഡലുള്ള ഒരു പടമാണെന്ന് തോന്നുന്നുണ്ട്. ചെറിയ കോമഡികളൊക്കെ വെച്ചിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു ആക്ഷനോ ഒക്കെ ചെറിയ ആക്ഷൻസോ വെച്ചിട്ടുള്ള മൂവിയെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിതിനകത്ത് ഈ ഗൗതം വാസുദേവന്റെ പടങ്ങളറിയാം. പുള്ളിയുടെ പടത്തിനെല്ലാം ഒരു സിഗ്നേച്ചർ ഉണ്ട്. അതിപ്പോ ചെറിയ കോമഡി ആണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം ഈ ത്രില്ലർ മൂവീസ് ഒക്കെ പുള്ളി ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. നല്ല ഹെവി പരിപാടികളൊക്കെയാണ്. പുള്ളിയുടെ സിഗ്നേച്ചർ ഒക്കെ അതിനകത്ത് കാണും. പക്ഷെ ഇത് രസമുണ്ട്. ഇത് എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ആ ക്യാമറ ആണെങ്കിലും ആ ക്യാമറ ഒക്കെ നമുക്ക് ശരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റുവേഷൻ രീതിയിൽ ശരിക്കും മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ സംഭാഷണങ്ങളാണെങ്കിലും നാച്ചുറലായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും, ആ ഒരു അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സീൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒട്ടും നമുക്കിത് അഭിനയിക്കുവാണെന്നോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. രണ്ടുപേരും ഇല്ലേ, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ആ ഒരു എന്താണ് ഫേസ് ഒക്കെ പോകുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനകത്ത് അതൊക്കെ രസമായിട്ട് തന്നെ പുള്ളി അത് കാണിച്ചിട്ടുണ്ട്. ഇതുവരെ അടുത്തൊരു ട്രെയിലറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, ബൈ.